ونذيرا وهاديا إلى الله وسراجا منيرا لنؤمنوا بالله ورسوله ونعزروه ونوقروه ونسبحوه بكرة وأصيلا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولا تموتن إلا وأنتم مسلمون يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير أرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين على محمد سيدنا ومولانا محمد. ഏറെ സ്നേഹ ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ് അടക്കമുള്ളവർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ്, അതുപോലെ അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രദേശത്ത് റബീഉൽ അവ്വൽ 1 മുതൽ നടന്നു വരുന്ന വളരെ അഭിമാനകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ മൗലിദ് സദസ്സിന്റെ ഭാഗമായിട്ടാണ്. ഇത്തരം സദസ്സുകൾ തന്നെ നമ്മുടെ നാടിന് എന്നും സമാധാനവും സന്തോഷവും ഐശ്വര്യവും റാഹത്തും ഒക്കെ നൽകുന്ന സദസ്സുകളാണ്. അല്ലാഹു ഇതെന്നും നിലനിർത്തുമാറാവട്ടെ എന്ന് ആദ്യമായിട്ട് ദുആ ചെയ്യാം. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഈ സദസ്സ് കാണുമ്പോൾ. മുമ്പൊക്കെ കാണാറിയാം, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബീഉ മുസ്ലിം ലോകം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടങ്ങളിലെല്ലാം ഈമാനുള്ള മുസ്ലിം ഉമ്മത്തുണ്ടോ അവിടങ്ങളിലൊക്കെ ആ ഹബീബിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ഹബീബിനെ കുറിച്ച് പറഞ്ഞ് ഹബീബിനെ കുറിച്ച് പറയുന്നത് കേട്ട് സന്തോഷിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ സമയത്ത് നമ്മളീ ചെയ്യുന്ന ഈ പ്രവർത്തനം അതൊരു വല്ലാത്ത അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇത് കാരണം ആളെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന വല്ലാത്ത ഒരു പ്രവർത്തനമാണ്. അള്ളാഹു ഈ സദസ്സ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ ഹബീബിനെ കുറിച്ച് പഠിക്കുക, ആ ജീവിത സരണി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നത്
ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ആ ഹബീബിന്റെ ജീവിതം പഠിക്കുക എന്നത് നമ്മളെ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ട വലിയൊരു വിഷയമാണ്. നമുക്കറിയാം, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആരായിരുന്നു ഹബീബ്, ആരായിരുന്നു പ്രവാചകൻ, നമ്മളൊന്ന് പഠിക്കുമ്പോൾ, നമ്മളത് മനസ്സിലാക്കുമ്പോൾ മഹാന്മാര് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? മഹാന്മാര് പറഞ്ഞു, അഷ്റഫുൽ ഖലായിഖ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ആ ഹബീബാണ് ലോകത്തുള്ള സർവ്വ സൃഷ്ടികളിൽ വെച്ച് ഉത്കൃഷ്ടരായവർ. നമുക്കറിയാം, നമ്മൾ കാണുന്ന, നമ്മൾ കാണാത്ത, നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത, ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത സൃഷ്ടികൾ ഭൂമി ലോകത്തുണ്ട്, ആകാശത്തുണ്ട്, അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലുണ്ട്. അല്ലാഹുവിന്റെ അർശുണ്ട്, കുർസുണ്ട്, ലൗഹുണ്ട്, ഖലമുണ്ട്, സൂര്യചന്ദ്ര നക്ഷത്രാദികളുണ്ട്, ഈ പ്രപഞ്ചമുണ്ട്. ഇതിൽ നിന്നെല്ലാം, ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളിൽ നിന്ന്, സൃഷ്ടികളെക്കാളൊക്കെ ഏറെ പവിത്രമായ, ഏറെ ശ്രേഷ്ഠമായ, ഏറെ പവിത്രമായ ഒരാൾ, അതാണ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കണം, ഒന്നിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, അർശിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാന്മാര് പറഞ്ഞു, അൽ അർശു അഅ്ളമുൽ മഖ്ലൂഖാത്ത്. ഈ ഭൂലോകത്തുള്ള ഏറ്റവും വലിയ സൃഷ്ടി എന്ന് പറയുന്നത് അർശാണ്. ഏറ്റവും വലിയ സൃഷ്ടി ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? അർശാണ്. അർശിനേക്കാൾ വലുത് വേറെ ഒന്നും സൃഷ്ടികളുമില്ല എന്നാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുമ്പോ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയോട് ചോദിക്കുകയാണ്, നബിയേ, എന്താണ് ആകാശത്തിന്റെ അർശിന്റെ വിശേഷണം? അപ്പം പ്രവാചകൻ പറയുകയാണ്, ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിൽ എത്ര വർഷമുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല പ്രവാചകരെ, അല്ലാഹു റസൂലുഹു അലം. അല്ലാഹുവിനും അവന്റെ പ്രവാചകനും അറിയാം. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ ഭൂമിയുടെ ആകാശത്തിന്റെ ഇടയിൽ മസീറത്തു 500 യാം, 500 വർഷത്തെ വഴിദൂര യാത്രക്കുള്ള വഴിദൂരമുണ്ട് ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിൽ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഒന്നാം ആകാശം കഴിഞ്ഞ് രണ്ടാം ആകാശത്തിനിടയിലോ? സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, മസീറത്തു 500 യാം, ഒരു ആകാശം കഴിഞ്ഞ് മറ്റൊരു ആകാശം എത്തുമ്പോഴേക്ക് 500 വർഷത്തെ യാത്രാദൂരമുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ആകാശം കഴിഞ്ഞ് മൂന്നാമത്തെ ആകാശത്തിലേക്കോ ഇവിടെയുമുണ്ട് 500 വർഷത്തെ വഴിദൂരം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഓരോ ആകാശങ്ങൾക്കിടയിൽ ഇത്രത്തോളം 500 വർഷം വഴിദൂരമുണ്ട്. അങ്ങനെ എന്നാൽ ഒരു ആകാശത്തിന് തന്നെ അതിന്റെ വലിപ്പം എത്രയെന്ന് വെച്ചാൽ, ഒരു ആകാശത്തിന്റെ വലിപ്പം തന്നെ മസീറത്തു 500 വർഷം സഞ്ചരിക്കുന്ന അത്ര ഒരു ആകാശത്തിന് തന്നെ വലിപ്പമുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി പഠിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഫൗഖ ദാലിക ബഹറു, അതിനൊക്കെ മുകളിലാണ് 7 ആകാശത്തിന്റെ അപ്പുറത്ത് ഒരു ബഹറുണ്ട്, ഒരു സമുദ്രമുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഫൗഖൽ ബഹരി, ഈ ബഹർ എന്ന് പറയുന്നത്, ഈ ബഹർ തന്നെ 500 വർഷത്തെ വഴിദൂരമുള്ള ഒരു ബഹറാണ്, ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിന്റെ മുകളിൽ വഫൗഖ ദാലിക അർശുർ റഹ്മാൻ, ഈ വലിയ സമുദ്രത്തിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ അർശ് നിലകൊള്ളുന്നത്. ഈ സമുദ്രത്തിന്റെ മുകളിലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത്, ലാ യഅരിഫു ഖദ്റഹു ഇല്ലല്ലാഹ്,
എത്രയാണ് ആകാശത്തിന്റെ വലിപ്പം പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു. പക്ഷേ അർശിന്റെ വലിപ്പം അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. അത്രയും വലിയ ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ അർശ്. ഈ അർശിനേക്കാൾ, കുർസിയിനേക്കാൾ, ലൗഹിനേക്കാൾ, ഖലമിനേക്കാൾ, ഭൂമിയിലുള്ള ആകാശത്തുള്ള ചരാചരങ്ങളെക്കാൾ, എല്ലാ പ്രവാചകരെക്കാളും എന്ന് വേണ്ട ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും ശ്രേഷ്ഠരാണ് നമ്മുടെ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ലൗലാ ലമാ തകവ്വനത്തിൽ അക്വാനു വലാ തഅയ്യനത്തിൽ അയ്യാൻ. ആ ഹബീബെങ്ങാനും ഈ ലോകത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി തന്നെ അല്ലാഹു സൃഷ്ടിക്കുമായിരുന്നില്ല. ഭൂമിയിലെ ഒരു വസ്തുക്കളോ ജീവജാലങ്ങളോ മറ്റൊന്നോ ഒരു വസ്തുവും അല്ലാഹു സൃഷ്ടിക്കുമായിരുന്നില്ല. ഈ ഹബീബാണ് അതിനൊക്കെ കാരണമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടായി, ഹബീബിനെ സൃഷ്ടിച്ചു. പിന്നെയാണ് ആ ഹബീബിന്റെ നൂറ് കഴിഞ്ഞാണ് ലോകത്തിനെ മുഴുവൻ തന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് കുറച്ചു മുമ്പ് ഇവിടെ പാരായണം ചെയ്ത മൗലിദിന്റെ ഏടുകളിൽ നമ്മൾ കേട്ടു, വഅൗജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെ സൃഷ്ടിച്ചത് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പാണ്. ആലം എന്ന് വെച്ചാൽ എന്താർത്ഥം? അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് സൃഷ്ടിച്ചതാണ് ആരെ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ. അപ്പോ ഇത് മൗലിദ് കിതാബിൽ മാത്രമേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ഇമാം ബഹുമാനപ്പെട്ട ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് ബുഖാരി. പ്രവാചക വചനങ്ങൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ്. ഈ ഇമാം ബുഖാരിയുടെ ഗ്രന്ഥമുണ്ടല്ലോ, ഇതിന്റെ ഈ ബുഖാരി ഇമാമിന്റെ ഉസ്താദ് മുസന്നഫ് അബൂ ശൈബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ല പ്രവാചകരെ, അഖ്ബിർനീ അൻ അവ്വലി ഷൈഇൻ ഖലഖഹു അല്ലാഹ്, അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ച വസ്തു ഏതാണ് എന്നൊന്ന് പറഞ്ഞു തരുമോ? ഈ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ ജാബിർ, ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടി ഏതാണെന്നല്ലേ നീ ചോദിച്ചത്? എന്നാൽ കേട്ടോ, നൂറ നബീക യാ ജാബിർ, ആദ്യമായി ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശമാണ്, നൂറാണ്. ഈ പ്രകാശത്തിൽ നിന്നാണ് ലോകം മുഴുവൻ തന്നെ സൃഷ്ടിച്ചത്. മനസ്സിലാക്കണം, ആദ്യം സൃഷ്ടിച്ച വസ്തു ഏതായിരുന്നു? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം. എന്നിട്ട് മഹാന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഖബല ഖബലതൻ മിൻ നൂരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശത്തിൽ നിന്ന് ഒരു പ്രകാശം അല്ലാഹു എടുക്കുകയാണ്. എന്നിട്ട് ആ പ്രകാശം എടുത്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു, കുനീ മുഹമ്മദൻ സയ്യിദൽ ബശർ. ആ പ്രകാശത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറിനെ സൃഷ്ടിക്കുകയാണ്. ഹബീബിന്റെ നൂറിനെ സൃഷ്ടിച്ചു. എന്നിട്ട് മഹാന്മാര് പറയുകയാണ്, ആ നൂറിനെ അല്ലാഹു 4 വിഭാഗമായി അല്ലാഹു ഓഹരി വെക്കുകയാണ്. അല്ലാഹു സൃഷ്ടിച്ച നൂറിനെ 4 വിഭാഗമായി ഓഹരി വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഒന്നാമത്തെ ആ നൂറിന്റെ ഒരു ഭാഗത്തിൽ നിന്നാണ് അൽ-ലൗഹ വൽ ഖലം, ലൗഹിനെയും ഖലമിനെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് ലൗഹ്, എന്താണ് ഖലം ഒക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതായത് ലോകത്ത് കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന എല്ലാ സംഭവങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു രേഖപ്പെടുത്തിയ പേനയാണ് ഖലം എന്ന് പറയുന്നത്. ഈ ലോകത്ത് കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന ഓരോ മനുഷ്യന്മാർ
അവന് വിജയിയാണോ പരാജയപ്പെട്ടവനാണോ, സ്വർഗക്കാരനാണോ അതല്ല നരകക്കാരനാണോ എന്ന് തുടങ്ങി ഓരോ മനുഷ്യന്റെ ജീവിതത്തിലെ സർവമാന വിഷയങ്ങളും രേഖപ്പെടുത്തി വെക്കപ്പെട്ട സ്ഥലമാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത്. ഈ ലൗഹുൽ മഹ്ഫൂദിനെ സൃഷ്ടിക്കുന്നത് എവിടെ നിന്നാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിൽ നിന്ന്. അപ്പോൾ അല്ലാഹു പറഞ്ഞപ്പോൾ ആ കലം അതൊക്കെ എഴുതി വെച്ചു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഒന്ന്. രണ്ടാമതായി മഹാന്മാര് പറയുകയാണ് ആ നൂറിൽ നിന്ന് മറ്റൊരു ഭാഗം, ആ ഭാഗം കൊണ്ടാണ് അൽ അർശ വൽ കുർസി. അതുകൊണ്ടാണ് അല്ലാഹു അർശിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, പിന്നെയോ കുർസിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു അർശ് എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അർശിന്റെ കാലിൽ ആ അർശിന്റെ തൂണിൽ എഴുതി വെച്ചിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ അറിയുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അർത്ഥം അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ഇത് എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ടോ വലാ യുഗ്ഫറു ലിഖായിലിഹാ ഹത്താ തുദ്കറ മാഹാ മുഹമ്മദ്. ഒരിക്കലും അല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അതിന്റെ കൂടെ ആരെ കൂടെ പറയണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പറയണം. അല്ലാഹുവിനെ പറയുന്ന ഏതെല്ലാം സ്ഥലങ്ങളിൽ അവിടൊക്കെ പ്രവാചകൻ അല്ലാഹു അനുസ്മരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പറയണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത് വറഫഅനാ ലക ദിക്റക്. നബിയെ അങ്ങയുടെ സ്മരണ ഞാൻ വല്ലാതെ ഉയർത്തിയിരിക്കുകയാണ്. അല്ലേ, നമ്മൾ പള്ളിയിൽ നിന്ന് കുറച്ചു മുമ്പ് ബാങ്ക് കേട്ടു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന് സാക്ഷ്യം വഹിക്കുന്നു. കഴിഞ്ഞ ഉടനെ പറഞ്ഞു എന്ത്? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതുപോലെ ഖുതുബ ഓതുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയുന്നു, ഇഖാമത്ത് കൊടുക്കുമ്പോൾ പ്രവാചകന്റെ പേര് പറയുന്നു, എല്ലാ സ്ഥലങ്ങളിലും നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നു. ഇതൊക്കെ ഹബീബിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് പ്രവാചകന്റെ നൂറിൽ നിന്നാണ് അർശിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മൂന്നാമതായി മഹാന്മാര് പറഞ്ഞു ആ നൂറിൽ നിന്നാണ് ശംസ വൽ ഖമർ, ആ പ്രകാശത്തിൽ നിന്നാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്, നമുക്കൊക്കെ അറിയാവുന്ന വലിയ സത്യം, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ആരെ? അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച്. സൂര്യന്റെ അതല്ലെങ്കിൽ മറ്റു പ്രകാശങ്ങളുടെ ഒന്ന് വന്നാലും ഹബീബിന് ഒരിക്കലും നിഴലുണ്ടാവുകയില്ല. കാരണം എന്താണ്? ആ സൂര്യനെ സൃഷ്ടിച്ചത് തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറിൽ നിന്നാണ്. ഈ നൂറിൽ നിന്നാണ് ആരെ സൃഷ്ടിച്ചത്? സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് മൗലിദിലൊക്കെ നമ്മൾ പാടിയത് മിൻ നൂരി വജ്ഹിഹി ഫലില്ലാഹി മാ അബ്ഹാ വലില്ലാഹി മാ അഹ്ലാ ജലീല സലാത്തും വ തസ്ലീമുൻ സൂര്യന്റെ പ്രകാശം അണഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ തോറ്റു പോവുകയാണ്. എപ്പോ? മിന്നൂരി വജീഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറ്. ആ ഒരു നൂറ് അതിലും വലിയ നൂറാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറ്. അതുകൊണ്ടാണ് ഹബീബിന് നിഴലില്ലാതിരുന്നത്. നിഴലില്ലാത്ത പ്രവാചകന്റെ ഒരേ ഒരു നിഴൽ അതായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അല്ലാതെ പ്രവാചകൻ ഒരിക്കലും നിഴലില്ലായിരുന്നു. മാത്രമല്ല വല്ലാത്ത സൗന്ദര്യത്തിന്റെ രാജകുമാരനായിരുന്നു ഹബീബ്. അതുകൊണ്ടല്ലേ കവികൾ പറഞ്ഞു പോയത് ഷബീഹുക ബദ്റുൽ ലൈൽ
أنت أنور ووجهك من ماء الملاحات أزهر. കവികൾ പറയുന്നുണ്ട്, നബിയേ അങ്ങയുടെ സമാനം, അങ്ങയുടെ ഉദാഹരണം രാത്രിയുള്ള ചന്ദ്രനെ പോലെയാണെങ്കിൽ, അല്ലാ ബൽ അൻത അൻവറു, രാത്രിയുള്ള ചന്ദ്രനേക്കാൾ, രാത്രിയിൽ പ്രകാശിക്കുന്ന ചന്ദ്രനേക്കാൾ പ്രകാശിക്കുന്നവരാണല്ലോ നിങ്ങൾ. വവജ്ഹുക മിൻ മാഇൽ മലാഹതി അസ്ഹറു, നിങ്ങളുടെ മുഖം എന്ന് പറയുന്നത് തെളിനീരിനേക്കാൾ പ്രകാശിക്കുന്ന വെട്ടിത്തിളങ്ങുന്നതാണ്. ഫസുൽസുക കാഫൂറുൻ വറുബുക അംബറു, നബിയെ നിങ്ങളുടെ മുന്നിൽ ഒരു ഭാഗം കർപ്പൂരം പോലെ സുഗന്ധദ്രവ്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഇങ്ങനെ പ്രവാചകന്റെ കൈ സ്പർശിച്ചിട്ട് പറയുന്നുണ്ട്, മാ മസിസ്തു ദിബാജൻ വലാ ഹരീറൻ അൽയന മിൻ കഫി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കരങ്ങളേക്കാൾ ഒരിക്കലും മാർദ്ദവമുള്ള വളരെ ലോലമായ ഒരു പട്ടോ അല്ലെങ്കിൽ പരവധാനിയോ ഞങ്ങൾ സ്പർശിച്ചിട്ടില്ല. മാർദ്ദവമായ ലോലമായ പ്രവാചകന്റെ കരങ്ങൾ. എല്ലാത്തിനെ കുറിച്ചും മഹാന്മാർ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. വലിയൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാം. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞത് അതാണ്. പ്രവാചകൻ നാലാമത് മഹാന്മാര് പറഞ്ഞു അൽ ജന്നതു, നാലാമത് പ്രവാചകന്റെ നൂറിന്റെ ഒരു ഭാഗമാണ്, അതിൽ നിന്നാണ് സ്വർഗം. അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ, ലോകത്തുള്ള വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും ബേസ് എവിടുന്നാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്നാണ്. അല്ലാഹു നമ്മുടെ ഹബീബിന്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുമാറാവട്ടെ. അതുകൊണ്ടാണ് ശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. അല്ലാഹു പറയുന്നത് ഖദ് ജാഅകും മിനല്ലാഹി നൂർ, ഹബീബിനെ വർണ്ണിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കൊരു നൂർ വന്നിരിക്കുന്നു. ഏതാണ് ഈ നൂർ എന്ന് പറയുന്നത്? അത് ഹബീബുനാ വഖുറത്തു അയ്യുനിനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് നൂർ എന്നാണ്. അത് തന്നെയാണ് മഹാന്മാർ